എപ്പോ മോനെ ഏകാദശി? നവംബർ 8 തുലാം 22. ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ കാലത്ത് ചോദിച്ചാല് പറയാൻ. കുഞ്ഞപ്പാട്ടാ, കുഞ്ഞപ്പാട്ടാ, സൗദാമിനി. കുഞ്ഞപ്പാട്ടോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിന്. ഓക്കെ. ഏതോ ഒരു തരികിട ഫേസ്ബുക്കിൽ എന്നോട് പേര് പറയാണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആരാന്നൊന്നും കണ്ടുപിടിച്ചു തരുവാ. തരികിട ഏതെങ്കിലും പാവം നിങ്ങളോട് മിണ്ടാൻ വേണ്ടി ആയിരിക്കും. അതല്ലാട്ടാ, കുത്തി കുത്തി ചോദിച്ചിട്ട് പറയുന്നില്ല. വെറുതെ പഞ്ചാര വർത്താനം പറഞ്ഞോണ്ടിരിക്കന്നെ. പോലീസില് കേസ് കൊടുത്താലോ എന്ന് ആലോചിക്ക. വേണ്ട, നിർത്തിക്കോളും. 4 അയാൾ ആരാന്ന് എനിക്കൊന്നും അറിയണം. പിന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചു തരുവാ. I will try. നീ എന്താ ഇന്നലെ കുടുംബശ്രീക്ക് വരാഞ്ഞേ? ഇന്നലെ വീട്ടിൽ നല്ല പണി ഉണ്ടായിനി. അത് നീ ദിവസവും ചെയ്യുന്നല്ലേ. അല്ല, മോക്ക് നല്ല സുഖമില്ല. ഓളെപ്പോഴും വിളിക്കും. കമ്പ്യൂട്ടർ അടുത്ത് തന്നെ വേണം. സ്കൈപ്പാണ്. കൈപ്പാണേൽ അധികം കുടിക്കണ്ട കേട്ടോ. എന്നാൽ ഓള് കേടെ പോയി. ഒരു മെസ്സേജ് പോലെ അയക്കാണ്ട്. അച്ഛൻ ടോമി എൻ്റെ സുഹൃത്താണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യണം. പൊതുവാളാണ് അല്ലേ? അതിലൊക്കെ ഇപ്പം എന്താ ഉള്ളത്? ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇതൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. നീ എന്താ പെട്ടെന്നൊന്നുമല്ലല്ലോ, രാവിലെ അവിടെ നിന്ന് പോന്നല്ലേ. May I help you? വേണ്ട, ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര ധാരാളം. I can manage it. ഓള് ഈ റൂം എടുത്തോട്ട്. അതെന്താ? അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം. അതെടുക്കണ്ട, നിനക്കത് ലൂസായിരിക്കും. അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു. അച്ഛൻ എനിക്കൊരു ചായ ഇട്ടല്ലോ. ഓനിട്ടോളൂ. അച്ഛനെ കൂട്ടാണ് സഹായിക്കാൻ. ഓന് കടുക് ഇടാന്നറിയില്ല. ചായക്ക് എന്തിനാ കടുക്? ദോശ വേണ്ടേ? ദോശക്ക് എന്തിനാ കടുക്? ഇപ്പൊ ചട്നിയും വേണ്ടേ? അച്ഛൻ എനിക്കൊരു ചായ മതി, അത് ഓനിട്ടോളൂ. അച്ഛൻ എവിടെ ഇരുന്നേ? Nice house. കുഞ്ഞപ്പ, ഒരാഴ്ചയായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ. ആരെ? കരൻ, സൗദാരൻ. നിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് സുധാരൻ. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. കുറേ ലീവ് ഉണ്ടാ? അച്ഛൻ എത്ര ദിവസം വേണോ അത്രയും കിട്ടും. പണി പോവില്ലേ? അച്ഛനല്ലേ പറഞ്ഞ നാടാണ് നല്ലത്, കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മതി, അച്ഛനെ നോക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പോവില്ല. എന്തിന്? ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ പണിയൊന്നും കിട്ടൂല. എന്നെ നോക്കാൻ കുഞ്ഞപ്പനില്ലേ? പിന്നെ
ഞാനുള്ളതും റോബർട്ടുള്ളതും ഒരേപോലെ ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ അച്ഛാ. പിന്നെ അതുമല്ല, അച്ഛൻ്റെ കൂടെ ആരെ വിട്ടാലും എനിക്കൊരു സമാധാനമില്ല. ഞാൻ തീരുമാനിച്ചു. ഓളെ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. ഓളിഞ്ഞി പോകുന്നില്ല. ഞങ്ങളെ കല്യാണം കഴിക്കാനും തീരുമാനിച്ചു. Congratulations. ഇവിടെ എന്തിനാണ് എപ്പോഴും അതിനെ കൊണ്ട് നടക്കണ? അതൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. ഓഫ് ചെയ്ത് വെക്കാൻ ഇതെന്താ മെഷീനാ? ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിനക്ക് പാട്ട് കേൾക്കണം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേലെയാണ് സിറ്റുവേഷൻ. വിളിച്ച് ഓഫ് ചെയ്ത് പറഞ്ഞാലോ? നോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സഡൻലി പിടിച്ചു കൊണ്ടു പോകുമ്പോൾ ഇറ്റ് വിൽ ബി എ ഷോക്ക്. പറഞ്ഞേ മനസ്സിലാക്കണം. പാപ്പാക്ക് മനസ്സിലാകും. പാവാണ്. We should be with him always. ഹായ് കുഞ്ഞപ്പൻ. ഇത് റോബർട്ടാ? എൻ്റെ സുഹൃത്താണ്. Thank you. മിസ്റ്റർ ഭാസ്കരൻ, ഒരു രഹസ്യം പറയാനുണ്ട്. എന്ത് രഹസ്യം? മിസ്റ്റർ ഭാസ്കരൻ മക്കളോട് പോലും പറയാത്ത കാര്യമാണ്. കക്കൂസിൽ പോകുന്നു. കക്കൂസിൽ പോകാനായിട്ട് വാ. നിനക്ക് ഗുഡ് ബൈ സുബ്രഹ്മണ്യൻ. ഇതാന്ന് ഞാൻ പറഞ്ഞത്. ഇരി പോയിട്ടുണ്ട്. 30-35 വർഷമായിട്ട് എൻ്റെ കയ്യിലൊരു നൂല് പോലും കിട്ടി തന്നിട്ടില്ല. കുഞ്ഞപ്പൻ്റെ ജാതകം വരെ എഴുതിച്ചു. അല്ല, മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ പ്രായത്തിൽ കളിക്കാൻ കൊടുക്കേണ്ട സാധനം നീ വാങ്ങിച്ചു കൊടുത്ത്. എനിക്ക് ദാഹിക്കുന്നു ബാബു. നീല ഇപ്പൊ കുടിച്ച് പ്രതികാരദാഹം നായി. ആ കുഞ്ഞപ്പനെ ഞാൻ കൊല്ലും. ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തോ ഒഴുത്തേട്ട് വരും. ഞാൻ പയ്യന്നൂരിത് പോയി. ആ വീട് അവര് പൊളിച്ചു പണിയാന്ന്. പെട്ടെന്നായിട്ട് പറയാൻ പറ്റിയില്ല. പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കുന്ന അറിയാം. കുഞ്ഞപ്പ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചുപ്പനും ആ ഹിഡിമ്പിയും ഹിറ്റോമി, ആ എന്തേലും ആവട്ടെ, നിന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഇവിടെ വന്നത് എന്തിനാന്ന് അറിയില്ല. ഹായ്.